റാങ്ക് ബൂസ്റ്റർ പാക്കിനകത്ത് ഇതിന്റെ ഫുൾ വേർഷൻ എല്ലാ സബ്ജക്ട്സിന്റെയും അവൈലബിൾ ആയിരിക്കും. സ്റ്റുഡന്റ് ആൻഡ് ദ ടീച്ചർ, അതിനാണ് നമ്മൾ ബൈപോളർ പ്രോസസ് എന്ന് പറയുക, ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഇൻഫോമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ, ഒരു ഇൻഫോമൽ ടൈപ്പ്. നെക്സ്റ്റ് നോക്കിയാൽ 1986 നമ്മുടെ എംഫിൽ ഇൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എംഫിൽ ഇൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കേട്ടോ, എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സീരീസ് സാധാരണ എല്ലാ എക്സാമിന് മുന്നേയും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്, നമ്മൾ സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഹൈ ഈൽഡ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ നിന്നുള്ള ആദ്യത്തെ യൂണിറ്റിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 10 പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യില്ല, കാരണം നമുക്ക് അത്രയും ടൈം ഇവിടെ യൂട്ടിലൈസ് ചെയ്യാനില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രമേ ആകുന്നുള്ളൂ. ഇതിന്റെ ഫുൾ വേർഷൻ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബാച്ചിൽ, നമ്മുടെ ആപ്പിനകത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബാച്ചിന് ഉള്ളിൽ റാങ്ക് ബൂസ്റ്റർ പാക്കിനകത്ത് ഇതിന്റെ ഫുൾ വേർഷൻ എല്ലാ സബ്ജക്ട്സിന്റെയും അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഓൺലൈനേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് ആണ് നോക്കിയാൽ എഡ്യൂക്കേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് അല്ലെ, എഡ്യൂകെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ടു ബ്രിങ് അപ്പ്, ടു നറിഷ് ഓർ ടു ട്രെയിൻ അല്ലെ, ടു ബ്രിങ് അപ്പ്, ടു നറിഷ് ഓർ ടു ട്രെയിൻ. ഇതാണ് ബേസിക്കലി നമ്മുടെ എഡ്യൂകെയർ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ, മീനിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻ, അതുകൂടാതെ ജോൺ ഡിവയുടെ ഒക്കെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, എഡ്യൂക്കേഷൻ ഇസ് ദ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ അല്ലെ, ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ദാറ്റ് ഈസ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് കേട്ടോ. എഡ്യൂക്കേഷൻ ഇസ് എ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നെക്സ്റ്റ് നോക്കിയാൽ അക്കോർഡിംഗ് ടു ജോൺ ദിവേ എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേഷൻ ഇസ് നോട്ട് പ്രിപ്പറേഷൻ ഓഫ് ലൈഫ് അല്ലെ, എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ഇറ്റ് സെൽഫ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അല്ല കേട്ടോ, പ്രിപ്പറേഷൻ അല്ല. പക്ഷെ എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കുക, ജോൺ ദീവെ ആണ്, ജോൺ ദീവെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നോക്കിയാൽ നമ്മൾ ആക്ച്വലി എഡ്യൂക്കേഷൻ എസ് എ ബൈപോളർ പ്രോസസ്സ്, എഡ്യൂക്കേഷൻ എസ് എ ട്രൈപോളർ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. നോക്കിയേ, അതിൽ ഇങ്ങനെ ചോദിക്കാവേ. സോ എഡ്യൂക്കേഷൻ എസ് എ ബൈപോളർ പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആഡംസ് ആൻഡ് റോസ് ആണ്. എഡ്യൂക്കേഷൻ എസ് എ ബൈപോളർ പ്രോസസ് എന്ന് പറയുക. സോ ഈ ബൈപോളർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ രണ്ട് പ്രോസസ് ആണ് വരിക അല്ലെ, അതായത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ എഡ്യൂക്കന്റ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റുഡന്റ് ആൻഡ് ദ ടീച്ചർ, അതിനാണ് നമ്മൾ ബൈപോളർ പ്രോസസ് എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയാൽ ജോൺ ദീവെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേഷൻ എസ് എ ട്രൈപോളർ പ്രോസസ് കേട്ടോ. എഡ്യൂക്കേഷൻ ഒരു ട്രൈപോളർ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജോൺ ദീവെ ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരിക? ട്രൈപോളർ എന്ന് പറയുമ്പോൾ 3 സംഗതികൾ ഉണ്ടാവും. 1 ടീച്ചർ ഉണ്ടാവും, 2 സ്റ്റുഡന്റ് ഉണ്ടാവും, 3 സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ട്രൈപോളർ പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ ഫോമൽ എഡ്യൂക്കേഷൻ അല്ലെ, നമ്മൾ സാധാരണ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ആണ് ഈ പറയുന്ന ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആൻഡ് ഇസ് കണ്ടക്ടഡ് ഫോർ എ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് അല്ലെ, ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡിലേക്ക് കണ്ടക്ട് ചെയ്യപ്പെടുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ എന്ത് പറയുക? ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. എസ്പെഷ്യലി നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കരിക്കുലം ഉണ്ട്, കൃത്യമായിട്ടൊരു എക്സാം പാറ്റേൺ ഉണ്ട്, ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, ഇൻഫോമൽ എഡ്യൂക്കേഷൻ അല്ലെ. ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിൽ നമ്മളെ വാല്യൂസ് പഠിക്കുന്നത്, മോറൽസ് ഒക്കെ പഠിക്കുക നമ്മുടെ ഫാമിലിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒക്കെയാണ് അല്ലേ. സോ ഇതൊക്കെ ബേസിക്കലി എന്താ ഇൻഫോമൽ എഡ്യൂക്കേഷനിൽ വരും. ദാറ്റ് ഈസ് ഇൻസിഡന്റൽ ലേണിംഗ് അല്ലെ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതല്ല, ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാണ്ട് പഠിച്ചു പോകുന്നതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ വരിക. നോക്കിയാൽ ഇൻസിഡന്റൽ ലേണിംഗ് ഫ്രം ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് അല്ലെ. നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ദിനചര്യയിൽ നിന്ന്, ഓരോ ദിവസത്തെയും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഇൻസിഡന്റൽ ലേണിംഗ്
ലേണിങ്ങിനെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയാൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. എന്താ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ദാറ്റ് ഈസ് മിഡ് വേ ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. ഒരു ഇൻഫോർമൽ ടൈപ്പ് കൂടാതെ ഫോർമൽ ടൈപ്പ്, ഇതിന്റെ രണ്ടിന്റെയും മിഡ് വേയിൽ നിൽക്കുന്ന എഡ്യൂക്കേഷൻ ടൈപ്പിനാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുക. എസ്പെഷ്യലി നോക്കിയാൽ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ അംഗൻവാടി ഒക്കെ കേട്ടോ. അംഗൻവാടിയൊക്കെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ നമ്മൾ ഇത് ലൈക്ക് ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് 3 ടേംസ് ഉണ്ട്. പെഡഗോഗി, ആൻഡ്രഗോഗി, ഹ്യൂട്ടഗോഗി. ഓക്കെ, പെഡഗോഗി എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ബേസിക്കലി ഇൻക്ലൂഡ്സ് ചൈൽഡ് ലേണിംഗ് കേട്ടോ. പെഡ മീൻസ് അല്ലെങ്കിൽ പീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ചൈൽഡ് ആണ് അല്ലേ. അപ്പം ചൈൽഡ് ലേണിംഗിനാണ് നമ്മൾ പെഡഗോഗി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. എന്താണ് ആൻഡ്രഗോഗി എന്ന് പറയുക? അഡൾട്ട് ലേണിംഗ് കേട്ടോ. അഡൾട്ട് ലേണിംഗിനാണ് നമ്മൾ ആൻഡ്രഗോഗി എന്ന് പറയുക. നെക്സ്റ്റ് ഹ്യൂട്ടഗോഗി. എന്താ ഹ്യൂട്ടഗോഗി എന്ന് പറയുക? ഫോക്കസ് ഓൺ സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ് കേട്ടോ. സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂട്ടഗോഗി എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ആണ്. എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ 1860 എന്താ സംഭവിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ എസ്റ്റാബ്ലിഷ്ഡ് ദ സ്കൂൾ ഓഫ് നഴ്സിംഗ് അറ്റ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ, ലണ്ടൻ കേട്ടോ. ലണ്ടനിലെ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആരാണ്? നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നെക്സ്റ്റ് 1874 നമ്മുടെ ഫസ്റ്റ് ട്രെയിൻഡ് നേഴ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ആരാ? ലിൻഡ റിച്ചാർഡ്സ് അല്ലേ. ലിൻഡ റിച്ചാർഡ്സ് ഇത് ഗ്രാജുവേറ്റ് ചെയ്ത വർഷമാണ് 1874. സോ ആക്ച്വലി ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് സൈക്യാട്രിക് നഴ്സ് കേട്ടോ. ഫസ്റ്റ് സൈക്യാട്രിക് നഴ്സ് എന്ന് കൺസിഡർ ചെയ്യുക ഈ പറയുന്ന ലിൻഡ റിച്ചാർഡ്സിനാണ്. നെക്സ്റ്റ് 1907 മേരി അഡ്ലൈഡ് നൂട്ടിംഗ് കേട്ടോ. മേരി അഡ്ലൈഡ് നൂട്ടിംഗ് പുള്ളിക്കാരി ആരായിരുന്നു? വേൾഡ്സ് ഫസ്റ്റ് നഴ്സിംഗ് പ്രൊഫസർ കേട്ടോ. വേൾഡ്സ് ഫസ്റ്റ് നഴ്സിംഗ് പ്രൊഫസർ എന്ന് പറയുന്നത് മേരി അഡ്ലൈഡ് നൂട്ടിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ എക്സാംസിന് ചോദിക്കാൻ സാധ്യതകളാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കിയാൽ ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മദ്രാസ്. മദ്രാസിലെ ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് 1871. നെക്സ്റ്റ് നോക്കിയേ BSc നഴ്സിംഗ് ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് CMC വെല്ലൂർ ആൻഡ് RIK കോളേജ് ഓഫ് നഴ്സിംഗ് ഡൽഹി. ഏത് വർഷമാണ്? 1946 അല്ലേ. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുന്നേ ആണ് നമുക്ക് എന്താ നമ്മുടെ BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് CMC കോളേജ് വെല്ലൂരിലും. പിന്നെ നോക്കിയാൽ RIK രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് 1959 എന്താ സംഭവിച്ചത്? MSc നഴ്സിംഗ് പ്രോഗ്രാം കമൻസ്ഡ് അറ്റ് RK കോളേജ് അല്ലേ. RK കോളേജിൽ നമ്മുടെ MSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1959 കേട്ടോ. 1959 ആണ്. നെക്സ്റ്റ് നോക്കിയാൽ 1986 നമ്മുടെ MPhil ഇൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. MPhil ഇൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു 1986 അറ്റ് RIK കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. നെക്സ്റ്റ് 2005 എന്താ സംഭവിച്ചത്? നമ്മുടെ നാഷണൽ കൺസോർഷ്യം ഫോർ PhD നഴ്സിംഗ് വാസ് ഫോംഡ് കേട്ടോ. നമ്മുടെ ബേസിക്കലി INC കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന നാഷണൽ കൺസോർഷ്യം ഫോർ PhD നഴ്സിംഗ് PhD പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിൽ PhD ഡിഗ്രി അവാർഡ് ചെയ്യുക. സോ ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം 2005 ആണ്. നെക്സ്റ്റ് 1943 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം കേട്ടോ. ട്രിവാൻഡ്രത്ത് സ്കൂൾ ഓഫ് നഴ്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1943 ആണ്. നെക്സ്റ്റ് 1972 എന്ന് പറയുമ്പോഴത്തേക്ക് കമൻസ്മെന്റ് ഓഫ് BSc നഴ്സിംഗ് പ്രോഗ്രാം ഇൻ കേരള. കേരളത്തില് BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1972 1987 കമൻസ്മെന്റ് ഓഫ് MSc നഴ്സിംഗ് പ്രോഗ്രാം ഇൻ കേരള കേട്ടോ. കേരളത്തില് MSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1987 ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാൽ 1908 TNA നമുക്കറിയാലോ എന്താണ്? ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാസ് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് കേട്ടോ. TNA ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1908 ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് TNAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് എനിക്ക് 1929 എന്താ സംഭവിച്ചത്? സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ് കേട്ടോ. അതായത് SNAI എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1929 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങളുടെ എക്സാമിന് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.